കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും പവർ വിഷനിൽ നിന്ന് സ്നേഹവന്ദനം. ഈ രാവിലെ 19 സങ്കീർത്തനം 1 വാക്യത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ വചനധ്യാനം 148 സങ്കീർത്തനത്തിലേക്ക് തുടരുകയാണ്. അവിടെ പക്ഷികള്, മൃഗങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, ദൂതന്മാരിങ്ങനെ ഇവരെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് കീർത്തനം. അവിടെ സൂര്യൻ സ്തുതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സൂര്യൻ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്നതിലൂടെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ നമ്മളെപ്പോലെയുള്ള ഭക്തജനങ്ങളുടെ തെറ്റിദ്ധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ വന്നിരുന്ന് സ്തുതി സ്തുതി സ്തുതി, സ്തോത്രം 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 എന്ന് പറയുമ്പോൾ മാത്രമാണ് സ്തുതിക്കുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അവരവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടുകൂടെ നിർവഹിക്കുന്നത് സ്തുതിയാണ്, ആരാധനയാണ്, അഥവാ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ വന്ന് സ്വർഗാതിസ്വർഗം, ആകാശത്തിന് മീതെയുള്ള വെള്ളം ഇങ്ങനെ പറഞ്ഞിട്ട് 11 വാക്യത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും. മനുഷ്യ സമൂഹത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരെ തുടങ്ങുകയാണ്. വംശങ്ങൾ, പ്രഭുക്കന്മാർ, ന്യായാധിപന്മാർ, ഇങ്ങനെ സ്ഥാനം, മാനം, പദവി, ഇതിൻ്റെ എല്ലാം ഉയർച്ചയിൽ നിന്ന് പറയുകയാണ്. നിങ്ങൾ എത്ര ഉയർന്ന പൊസിഷനിൽ ഈ ഭൂമിയിലാണെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നതിന് നിങ്ങളുടെ പദവി ഒരു തടസ്സം ആകരുത്. നിങ്ങളുടെ പൊസിഷൻ നിങ്ങളെ ആരാധനയിൽ നിന്ന് തടയരുത്. എൻ്റെ സഭയിലൊന്നും വലിയ പൊസിഷനിലുള്ളവർ ഇല്ല. ഒരു മിഡിൽ ക്ലാസ് ആളുകളെ ഉള്ളൂ. ഇപ്പോൾ ഒരു IPS, IAS, കലക്ടർ, പോലീസ് സൂപ്രണ്ട് തുടങ്ങിയ ആളുകൾ എൻ്റെ സഭയിൽ നാളെ വന്നാൽ അവർ ആ സഭയിലെ ഏറ്റവും സാധാരണക്കാരെക്കാൾ ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹം. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, താങ്കളുടെ പദവി താങ്കളെ ഒരു പൊങ്ങച്ചക്കാരനാക്കിയിട്ടുണ്ടോ? ദൈവസന്നിധിയിലും താങ്കൾ ഒരു ഇൻസ്പെക്ടറായിട്ടാണോ ഇരിക്കുന്നത്? ദൈവസന്നിധിയിൽ നിങ്ങളൊരു സൂപ്രണ്ടാണോ? ദൈവസന്നിധിയിൽ നിങ്ങളൊരു ക്ലാസ് ടീച്ചറാണോ? ദൈവസന്നിധിയിൽ നിങ്ങളൊരു ഹെഡ് മാസ്റ്ററാണോ? നിങ്ങളൊരു സബ് ഇൻസ്പെക്ടറാണോ? അല്ല കേട്ടോ. നിങ്ങളൊരു സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ. ദൈവം നിന്നോട് കരുണ തോന്നി നിന്നെ വീണ്ടെടുത്ത തൻ്റെ പൈതലാണ് നീ. നീ വിനയത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം എന്നത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ രാജാക്കന്മാരും വംശങ്ങളും പ്രഭുക്കന്മാരും ന്യായാധിപന്മാരും ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ എത്ര പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കാം. പക്ഷേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവനെ മാത്രം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ആശീർവാദം പറഞ്ഞ ശേഷം ബഹുമാനപ്പെട്ടവരെ നമ്മൾ ബഹുമാനപ്പെട്ട രീതിയിൽ തന്നെ കാണുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല.
പക്ഷേ വലിയവൻ ഇരിക്കുന്നു, അത് കാരണം അതിനേക്കാൾ വലിയവരാരും ഇല്ല. ഇതാണ് ആരാധനയിലെ ഒരു വിലയേറിയ പാഠം. നമ്മുടെ ഇടയിലുമൊക്കെ തെറ്റുകൾ വരുന്നുണ്ട്. ആരാധനയുടെ സമയത്ത് ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ളൊരു പാസ്റ്റർ അല്ലെങ്കിൽ ചില പദവിയിലുള്ള ഒരാൾ വന്നാൽ ആരാധന നിർത്തിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം വൈകി വരാൻ പാടില്ല. രണ്ട്, വൈകി വന്നാൽ വിനയത്തോടെ വന്ന് അവിടെ ഇരുന്നോണം. ആളുകളാരും ആ സമയത്ത് അശ്രദ്ധരാകാൻ പാടില്ല. കാരണം ദൈവത്തെക്കാൾ വലുതായിട്ട് നിങ്ങൾ നേതാവിനെ കണ്ടാൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ദൈവം ആ സഭയുടെ വിളക്കെടുത്തു മാറ്റും. നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുമെന്നൊരു വചനം ഓർമ്മ വേണം. പിന്നെ ഒരു സംഘടനയായിട്ട് ഭൂമിയിൽ നിൽക്കാമെന്നല്ലാതെ ദൈവത്തിൻ്റെ പ്രകാശം അവിടെ ഉണ്ടാകുകയില്ല. ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.